ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ് കേട്ടോ. ഇന്നിപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. 5:45 തന്നെ താഴെ എത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് 6 മണി ആയാലും ഒന്ന് എഴുന്നേറ്റ് താഴെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിൽ നിന്നൊരു അങ്ങനെ ആവാൻ പാടില്ല എന്ന് തീരുമാനിച്ച് വീണ്ടും 5:45 എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇന്നലെ ചിരകി വെച്ചു. ഇല്ലെങ്കിൽ രാവിലെ ഭയങ്കര മടിയാണ് തേങ്ങ ചിരകാനായിട്ട്. അപ്പം 4-5 ഓൾറെഡി ഡിമ്പിൾ ഇന്നലെ രാത്രി വെച്ചു. അപ്പം ഓൺലി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ, പിന്നെ പിള്ളേരെ റെഡിയാക്കി വിടണം. പിള്ളേർക്കുള്ള സ്നാക്സ് ഇന്ന് പിള്ളേർക്ക് 3 പേർക്കും ഗോതമ്പ് ദോശ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ചാക്കോ ഉച്ചയാകുമ്പോൾ കഴിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമാണ്. എന്തായാലും ഉണ്ടാക്കി കൊടുത്തു വിടാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു, ഡാഡിക്ക് എന്താണ് പറ്റിയത്, പേടിപ്പിച്ചു എന്ന് പറയുന്നതല്ലാണ്ട് എന്താണ് എന്ന് ചോദിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, മൺഡേ ഡാഡി പതിവ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴി ഒന്ന് തലകറങ്ങി, ബൈക്കിൽ തന്നെ വെച്ച് തലകറങ്ങി. ദൈവകൃപ കൊണ്ട് ഡാഡി അത് വണ്ടി നിർത്തി ഇറങ്ങി. അപ്പം നമ്മളിവിടുത്തെ നാട്ടുകാർ തന്നെ ഡാഡിനെ ഇവിടെ ദയയിൽ കൊണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് ദയക്കാർ കൊടുത്ത ട്രീറ്റ്മെൻറ്റിൽ എന്താ പറയുക, എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് നമ്മൾ പോണ ദയയിലേക്ക് പെട്ടെന്ന് റെഫർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡൗൺ ചേട്ടൻ ഡിംപിളുമാണ് ഫുൾ ചെയ്തിരുന്നത്. അപ്പം ആദ്യം ഈ സ്ട്രോക്കിൻ്റെ ഇതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ MRIയും ഇതൊക്കെ എടുത്ത് നോക്കിയപ്പം അങ്ങനെയല്ല, ഡാഡിക്ക് ഈ പറഞ്ഞ പോലെ BP ഭയങ്കര ഡൗണായി. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരുന്നു. പിന്നെ അന്ന് ട്രിപ്പിട്ട് മൺഡേ 8 മണിക്ക് ശേഷമാണ് വീട്ടിലോട്ട് വരുന്നതും. ഇന്നലെയാണ് ശരിക്കും ഡാഡി ഒന്ന് നിവർന്ന് നിന്നത് കേട്ടോ. അതുവരെ ഡാഡി ആകെ ടയേർഡായിരുന്നു, ബോഡി വൈസ് ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ചുമയുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഡാഡിക്ക് ഉണ്ട്. നല്ല ചുമയാണ്. ഇന്ന് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചതിന് ശേഷം ഒന്ന് ക്ലിനിക്കിൽ പോയി മരുന്ന് മേടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ പേടിച്ചു, അതുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് വിചാരിച്ച് പേടിച്ചു എന്നുള്ളത് സത്യമാണ്. ബട്ട് ദൈവം രക്ഷിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം കേട്ടോ. അല്ലെങ്കിൽ ഇനി ലേറ്റ് ആവും. എഴുന്നേറ്റ് വന്നതൊന്നും എന്താ പറയുക, വെറുതെ ആവും എന്ന് പറയില്ലേ, അതുപോലെയാവും. അപ്പം ആദ്യം നമുക്ക് പതിപോലെ കാപ്പി വെച്ച് കലവരുടെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഇന്നൊരു വെറൈറ്റി കടലക്കറി ഞാൻ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒറ്റ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളൂ വറുത്തരച്ച കറി. ഇനി ഞാൻ വിചാരിച്ചു വറുത്തരച്ച് കടലക്കറി വെക്കാം എന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ദോശയ്ക്കുള്ള മാവ് അടിക്കണം, ഇല്ലെങ്കിൽ കറണ്ട് പോയാൽ പണി കിട്ടും. ഞാൻ സാധാരണ കടല തന്നെ വേവിച്ചിട്ട് പിന്നെ സവോളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുകയാണ് പതിവ്. ഇന്ന് സവോളയും തക്കാളിയും കടലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരപ്പരച്ചങ്ങ് ചേർത്തിയാൽ മതിയല്ലോ. ഞാൻ വന്നപ്പോൾ തന്നെ കടല ഒന്നും കൂടെ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നാളത്തേന് ഇഡ്ഡലിക്കുള്ളത് ഇടണം. രാവിലെ ഇട്ടതിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ അരച്ച് വെക്കാൻ പറ്റും. ആഗ്രഹങ്ങളാണ് കേട്ടോ, ഇതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ്. നമുക്കിനി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം.
പുറത്ത് നല്ല മഴയാണ് കേട്ടോ, രക്ഷയില്ല മഴ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ വേഗം നമുക്ക് അടുപ്പത്ത് എടുപ്പം തന്നെ 6:15. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ നേരത്തെ വന്നാലും പണികൾ വേഗം തീർത്താലും അത് തീരും. അത് വേഗം നമുക്ക്. അപ്പം ഞാൻ പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കരച്ചിൽ കുറയ്ക്കാനായിട്ടാണ് കേട്ടോ. അപ്പം അത് അരിഞ്ഞെടുക്കാം, തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തണുപ്പ് ചെറുതായിട്ട് പോയിട്ടുണ്ടാവും. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിലായിരുന്നു, ഇന്നലെ ചിരകി വെച്ചത് കൊണ്ടേ മഴയത്ത് മൂടി പൊതിച്ചിടന്ന് ഉറങ്ങാൻ തോന്നുക. എല്ലാവർക്കും തോന്നുന്ന കാര്യമായിരിക്കണല്ലേ. കുറേ പേര് പറഞ്ഞു കേട്ടോ, ഇന്നലെ ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോഴും ചുമ, കുറേ പേര് പറഞ്ഞു ഇപ്പോൾ വരുന്ന ചുമ എന്ത് ചെയ്താലും പോണില്ല എന്നുള്ള രീതിയിൽ. വല്ലാത്തൊരു ചുമയായി, എല്ലാവർക്കും ചുമയാന്നുള്ളതാ. ഇതിൽ സത്യം പറഞ്ഞാൽ ഡോൺ ചേട്ടനായിരുന്നു രക്ഷപ്പെട്ടിരുന്നത്. ഡോൺ ചേട്ടനും ഇന്നലെ തൊട്ട് ചുമച്ചു തുടങ്ങി. ഡിംപിളിനും ഡാഡിക്ക് ഒരു അക്ഷരം വേണ്ടി അപ്പ ചുമയാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ചുമ കുറവാ തോന്നിയത്. എനിക്കും ഡിംപിളിനും ഒരു വ്യത്യാസമില്ല. സംഭവം ഡിംപിള് ഏല് പോയി മെഡിസിൻസ് ആന്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാ, പക്ഷെ ഒന്നുമില്ല. സംസാരിക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമുക്ക് നല്ല സ്ട്രെയിനും ഉണ്ട്. സ്ട്രെയിൻ ഇല്ലാണ്ട് ഒരു ജീവിതം ഇല്ല. പിള്ളേരും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എത്ര നേരം മിണ്ടാണ്ടിരിക്കാൻ പറ്റും? മൊത്തത്തിലൊരു സുഖമില്ല. എനിക്കിങ്ങനെ തൊലി കളയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ 2 കരച്ചിൽ കരയേണ്ട സമയം കഴിഞ്ഞു. എന്താണെന്നറിയില്ല. അമ്മ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു അറപ്പായിരുന്നു. ഇത് എന്നിട്ട് വെള്ളത്തിട്ടിട്ട് ഉളാക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ കാര്യമുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. ഈ മഴയാകുമ്പോൾ 3 സ്കൂളിൽ പോകാൻ മടിയാവും. അത്രയ്ക്ക് മഴയുണ്ട് പുറത്ത്. തോമനാണെങ്കിൽ അവരുടെ സ്കൂൾ ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പം മെയിൻ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ക്ലാസ് നടക്കുന്നത്. ഈ ഒരു മന്തും കൂടെ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങ് നടന്ന് ഒരു ഗുദാമിൽ എത്തണമെന്നാണ് പറഞ്ഞത്. അപ്പം തോമന് മടിയാണ്. മടിയെന്ന് പറഞ്ഞാൽ ലോക മടിയായി. ഇപ്പോൾ 2 ബ്രേക്ക് സത്യം പറഞ്ഞാൽ എന്നെ ബാധിച്ചിട്ടില്ല. കാരണം പിള്ളേര് സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ടായിരുന്നത് കൊണ്ട് അത് ബാധിച്ചിട്ടില്ല. ബട്ട് വീട്ടിലിരിപ്പ്, അതിനുശേഷമുള്ള വീട്ടിലിരിപ്പ് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഇപ്പൊ പാച്ചുവാരി എഴുന്നേറ്റ് ഉടനെ ചോദിക്കുക തോമുന് ക്ലാസ് ഉണ്ടോന്ന്. തോമു നമ്പർ മേടിച്ചു. തോമു പറയാടാ ഞാൻ പോവാടാ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവാടാ ഒക്കെ പറയൂട്ടാ. അവിടെ ചെല്ലുമ്പോൾ മൂപ്പർക്കൊരു സങ്കടമാണ്. തേങ്ങിച്ചയും കാര്യമൊക്കെയാണ്. ഇവിടും ചിലപ്പോൾ എന്നെ പേടിച്ചിട്ട് പോകുന്നതായിരിക്കണം, അറിയില്ല. കുറേ ലിസ്റ്റുകൾ തരും. എനിക്ക് അത് മതി കഴിക്കാൻ, എനിക്ക് ഇത് മതി കഴിക്കാൻ, എനിക്ക് വരുമ്പോൾ ഇതുണ്ടാക്കി വെക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോവുക. ഇന്നലെ ഞാൻ ചോദിച്ചു എന്താടാ നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടേ നീന ചോദിച്ചപ്പോൾ പറഞ്ഞു ദോശ. ബട്ട് കരിയാൻ പാടില്ല, അവന് കരിഞ്ഞ ദോശ ഇഷ്ടമില്ല. അതിപ്പോൾ എനിക്കായാലും ഇഷ്ടമില്ല. ആ കാര്യത്തിൽ എൻ്റെ മോനവൻ. ഇപ്പോഴേ നമുക്ക് മെനു തരിക. പണ്ട് ഞാൻ സ്കൂളിൽ ചോറ്, എൻ്റെ ഓർമ്മയിൽ വളരെ ചുരുക്കം ഞാൻ ചോറ് കൊണ്ടുപോയിട്ടുള്ളൂ. എനിക്ക് ചോറ് കൊണ്ടുപോകുന്ന ഇഷ്ടമില്ലായിരുന്നു. ചപ്പാത്തി ആയിരുന്നു മെയിൻലി എൻ്റെ ദേശീയ ഭക്ഷണം. ഇന്നലെ ഈ പറഞ്ഞ പോലെ എൻ്റെ
നമ്മുടെ കോട്ടയത്തെ വടവാതൂർ ഇടവകയിലുള്ള ഒരു അശ്വതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടവക്കാരിയാണ്. കൊയറിലൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അശ്വതിയാണ് ആക്ച്വലി തൃശ്ശൂരിലേക്ക് ആദ്യം കല്യാണം കഴിച്ചു വരുന്നത്. അവർ ദുബായിൽ സെറ്റിൽഡ്. അശ്വതി നേഴ്സാണ് ആക്ച്വലി. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് കണ്ടിരുന്നു. നാട്ടിലുണ്ടെന്ന് അവളത് മനസ്സിലായി. ഞങ്ങളുടെ അടുത്താണെന്നും എനിക്കറിയാം, പക്ഷെ കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 6 വർഷമായി. ഞാൻ ചുരുങ്ങിയത് അശ്വതിനെ കണ്ടിട്ടൊരു 8 വർഷമെങ്കിലായി കാണും. ഇന്നലെ നമ്മൾ ക്ലിൻറ്റോൻ്റെ കല്യാണത്തിന് പോയപ്പോൾ യാദൃശ്ചികമായിട്ട് അശ്വതിനെ അവിടെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരുടെ ചേട്ടൻ്റെ മക്കളുടെ ആദ്യ കുർബാനയ്ക്ക് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോസ് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ നാട്ടുകാരിയെ കണ്ടപ്പം, ഒരു ഇടവക്കാരിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ പേരെ ഇന്നലെ കണ്ടു കേട്ടോ പള്ളിയിൽ. നമ്മുടെ ഇവിടെ നടത്തല പള്ളിയിൽ കുറേ പേരെ കണ്ടു. സാധാരണ അങ്ങനെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കാൻ പോകുന്നല്ലാണ്ട് അങ്ങനെ നിന്നിട്ടുള്ള സംസാരമൊന്നും ഇല്ലല്ലോ. ഇന്നലെ എല്ലാവരുമായിട്ട് നിന്ന് സംസാരിച്ച്, കുറേ പേര് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. കുറേ പേരെ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനും അങ്ങനെ പുറത്തു പോകുന്ന പരിപാടിയേ ഇല്ല. ശരിക്കും എൻ്റെ പുറത്തു പോക്ക് വളരെ കുറഞ്ഞു, വിരലുണ്ടാവുന്ന തരത്തിലായി. അപ്പോൾ ആരെയും തന്നെ കാണുന്നില്ല. പള്ളിയിലായാലും ഞാനങ്ങനെ നിൽക്കില്ല, കഴിയ വരിക, അങ്ങനെ വേറെ അങ്ങനെ നിന്നുള്ള വർത്താനങ്ങളൊന്നും എനിക്കും ഇല്ല. അപ്പോൾ കുറേ നാൾ കൂടി കുറേ പേരെ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പതുക്കെ വറുത്ത് തുടങ്ങാം. ഇന്നലെ ഞാൻ വിചാരിച്ച കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് നന്നാക്കി വെക്കണം, പക്ഷെ മൂഡ് ഓക്കെ ആയിരുന്നില്ല. പിന്നെ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചു. കുറച്ച് ഉള്ളി നമുക്ക് തേങ്ങ വറക്കാനുള്ളതിലേക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, എങ്ങോട്ടാണോ പോണതാവോ. ഞാൻ വേഗം ഇതൊന്ന് ചെയ്ത് സെറ്റാക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അതേ നമ്മുടെ കടലക്കറി റെഡിയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഡെയിലി ബ്ലെസ്സിങ്സ് കാണാൻ പോയതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇതേ പുട്ടുണ്ടാക്കുന്നുണ്ട്, കടല റെഡി. സമയം 7:15 കേട്ടോ. ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ദോശ ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. പിള്ളേർക്കുള്ള സ്നാക്സ് ബോക്സ് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ 3 പേരുടെയും കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ 8 മണിക്ക് ആവുമ്പോൾ ദോശ ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചു. കാരണം 7 മണിക്ക് ഉണ്ടാക്കിയ അവർ കഴിക്കുമ്പോഴത്തേനും അതൊരു വല്ലാത്ത പരുവമാവും. അപ്പോൾ കടലക്കറിയൊക്കെ ഓൾറെഡി റെഡിയാണ്. അതെല്ലാം പാക്ക് ചെയ്ത് അവരുടെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്കത്തേയും കയ്യോടെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്കൊന്ന് പുറത്ത് പോകണം, പിന്നെ വന്നിട്ടുള്ള ചോറ് വെപ്പും കാര്യങ്ങളും ഒന്നും നടക്കില്ല. മീൻ വറക്കണം, എല്ലാവർക്കും എല്ലാവരുടേതായ തിരക്കുകളുള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ ചെയ്ത് വെച്ചാൽ പണി കഴിഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്കായാലും സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, മിണ്ടാണ്ട് വന്ന് കഴിച്ചാൽ മതി. അങ്ങനെ ഇതേ തോമു പോകുന്നുണ്ട്. തോമുന് ഇന്നും 12 മണി വരെ ഉള്ളൂ കേട്ടോ. മടിയുണ്ട് പോകാനായിട്ട്. ഇന്ന് സെറ്റായി വന്നപ്പോഴത്തേനും ഇന്നലെ വീണ്ടും അവധിയായി. ഇനിയിപ്പം നാളെയും കൂടെ ഉള്ളൂ. നാളെ കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേ സൺഡേ പിന്നെ അവധി. തോമുൻ്റെ ഷെഡ്യൂൾ അങ്ങോട്ട് ശരിയാവണില്ല എന്നുള്ളതാണ്. തോമുന് ആകെ മടിയായി തുടങ്ങി. അവന് ആ മെയിൻ ബിൽഡിങ് മാറിയത് ഒട്ടും താല്പര്യം ഇല്ലാണ്ടായിട്ടോ. അങ്ങനെ ഇവനെ വിട്ടതിന് ശേഷം ഞാൻ ചാക്കോനെ ഒരുക്കി. ചാക്കോയും പാച്ചുക്കുട്ടനും ഒക്കെ സ്കൂളിൽ പോകാൻ. അപ്പോൾ ഇന്ന് ഡിമ്പിളിനും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡാഡി ഇന്ന് ഔദ്യോഗികമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഡാഡിനെ വിടാതിരിക്കുകയായിരുന്നു. പിന്നെ ഡാഡിക്ക് വിഷമമായി തുടങ്ങി. കാരണം ഡാഡി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പെട്ടെന്ന് ഇരിക്കാൻ പറയുമ്പം ഡാഡിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുത്തു. ഇനിയിപ്പം ബാക്ക് ടു നോർമലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹെൽത്ത് നോക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ചോറ് മാത്രം ഊറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ മാറി വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതും ഓക്കെ ആവും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവരും പോയി. ഇനിയിപ്പോൾ വേഗം ഞാൻ ഹോസ്പിറ്റലിൽ പോകട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഡാഡീനെ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി. കാര്യങ്ങളൊക്കെ നിങ്ങൾ മമ്മിയുടെ വീഡിയോ വഴിയൊക്കെ അറിയും. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്.